അർഹനല്ല, ശിവഭഗവാനും അർഹനല്ല എന്ന് ഭൃഗു മഹർഷി മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അവിടെ നിന്ന് നേരെ പോയത് വൈകുണ്ഠത്തിലേക്കാണ്. വൈകുണ്ഠത്തിൽ ആരാണുള്ളത്? സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയും മഹാവിഷ്ണുവുമാണ് ഉള്ളത്. മഹാലക്ഷ്മി ദേവിയുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് ഐശ്വര്യം നിറഞ്ഞു തുളുമ്പുന്ന ഒരു സ്ഥലമാണ്. അവിടെ ചെല്ലുമ്പോൾ ശ്രീ മഹാവിഷ്ണു പാൽക്കടലിൽ അനന്തശയനത്തിൽ കിടക്കുകയായിരുന്നു. ഭർത്താവിന്റെ പാദങ്ങളെ ലക്ഷ്മി ദേവി തന്റെ മൃദുവായ കൈകൊണ്ട് അടുത്തിരുന്ന് തലോടുന്നുണ്ട്. ഇത് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടി പറയാം. വിശ്വാസമുള്ളവർ മാത്രം ഇതൊന്ന് അറിഞ്ഞാൽ മതി. അതായത് സ്ത്രീകളുടെ കൈകൾ, ഉള്ളം കൈയിൽ ലക്ഷ്മി ദേവി വാസം ചെയ്യുകയാണ് എന്ന്. അതുകൊണ്ടാണ് നമ്മൾ രാവിലെ എഴുന്നേറ്റ ഉടൻ തന്നെ കരത്തെ നോക്കി പ്രാർത്ഥിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ നമ്മുടെ കൈകൾ കൊണ്ട് നമ്മുടെ ഭർത്താവിൻ്റെ കാലിൽ തലോടുകയോ അല്ലെങ്കിൽ അമർത്തി കൊടുക്കുകയോ ചെയ്യുന്ന സമയത്ത് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം അവർക്കും കൂടി ഉണ്ടാകുമെന്നുള്ളൊരു വിശ്വാസം പണ്ട് മുതലേ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് മഹാലക്ഷ്മി ദേവി മഹാവിഷ്ണുവിൻ്റെ പാദങ്ങളെ